നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഇന്ന് നമ്മൾ ഒരു സിനിമാ നിരീക്ഷണമാണ് നടത്തുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ സിനിമ ആരാധകർ മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഒരു കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമയുടെ ട്രെയിലർ. നമുക്കറിയാം, വൻ വിജയമായ നാഷണൽ അവാർഡ് ജേതാവ് സുദീപ്തോ സെൻജി സംവിധാനം ചെയ്ത കേരള സ്റ്റോറി എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഈ പറയുന്ന കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1,61,00,000 കൂടുതൽ വ്യൂവേഴ്സൊക്കെ ഉണ്ടാക്കി യൂട്യൂബിൻ്റെ ട്രെൻഡിൽ നിൽക്കുന്നതാണ് ഈ വീഡിയോ. പക്ഷേ കേരളത്തിൽ ഈ വീഡിയോ കണ്ട, ഈ ട്രെയിലർ കണ്ട ചില ആളുകൾ ചെറിയ വിവാദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവർ പറയുന്നതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനും ഈ ട്രെയിലർ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ചില സംഭവങ്ങളാണ് അതിൻ്റെ വസ്തുതകൾ. അതായത് ഒന്ന്, കേരളത്തിൽ വാദം ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അതിൻ്റെ തീം ലവ് ജിഹാദാണെന്നും അങ്ങനെയൊന്നും കേരളത്തിലില്ലെന്നും ചിലർ പറയുന്നു. അത് ശരിയാവാം. പക്ഷേ ഇപ്പോൾ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ സിനിമയുടെ സംവിധായകൻ സുദീപ്തോ സെൻജിക്കുണ്ടല്ലോ. അവരുടെ പൈസയ്ക്ക് അവർക്ക് ശരിയെന്ന് തോന്നുന്നു എടുക്കുന്നു. അത് നമുക്ക് കാണാതിരിക്കാൻ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യയിലുണ്ട്. ഒരു സിനിമയെ നമ്മളൊരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ വിഷയത്തിൽ പെടുന്നതല്ല. നമുക്കൊരു സിനിമ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു സിനിമയിൽ അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടെന്ന് കരുതി നമ്മൾ പേടിക്കേണ്ടത് എന്തിന്? നമ്മൾക്ക് സിനിമ കാണാമെന്ന് വയ്ക്കാം, അങ്ങനെയും ചെയ്യാമല്ലോ. അതല്ല, സിനിമ കണ്ട് ഇപ്പോൾ ട്രെയിലറല്ലേ കണ്ടുള്ളൂ, സിനിമ തന്നെ കണ്ട് നമുക്ക് കൃത്യമായും വിലയിരുത്താം. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, ഈ രണ്ടാം ഭാഗത്തിൻ്റെ ട്രെയിലറിൽ കാണിക്കുന്ന ഒരു രംഗമാണ് കേരളത്തിൽ ചിലർ വലിയ വിവാദമാക്കുന്ന, അത് മാത്രമായിട്ട് വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൊരു യുവതിയെ നിർബന്ധപൂർവം ബീഫ് കഴിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വുമൺ ഫോഴ്സ്ഡ് ടു ഈറ്റ് ബീഫ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ഈ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാം. അതായത് ഫോഴ്സ്ഡ് ടു ഈറ്റ് ബീഫ് കൺവേർട്ട് റിലീജിയൻ ഇൻഡോർ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അതിൻ്റെ ഇത് കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും ഈ മധ്യപ്രദേശിൽ സംഭവിച്ചൊരു കാര്യമാണത്. കേരളത്തിലല്ല, മധ്യപ്രദേശിൽ സംഭവിച്ചൊരു കാര്യമാണത്. അപ്പോൾ ഈ യഥാർത്ഥ സംഭവത്തിൽ നിന്നും ഇത് ഉൾക്കൊണ്ടുകൊണ്ടാവാം ചിലപ്പോൾ ഇവർ സ്ക്രിപ്റ്റ് എഴുതിയത്, അതെനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ സംഭവം, ഇങ്ങനെ ഒരു സംഭവം ഈ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഈ ന്യൂസ് ലിങ്ക് നിങ്ങൾ ശരിക്കും നോക്കുക. ഇത് ശരിക്കും മധ്യപ്രദേശിൽ സംഭവിച്ച കാര്യമാണ്. ആ യുവതി ഭർത്താവിനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ ഇതൊരു എഴുത്തുകാരൻ്റെ ഭാവന സൃഷ്ടിയല്ല. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. കാരണം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ് ആണോ അല്ലേ എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ഗൂഗിളിൽ വരെ വരുന്നുണ്ട്. പിന്നെ ഇനി ട്രെയിലറിൽ നോക്കി ഒരു മലയാളി പെൺകുട്ടി എന്തുകൊണ്ട് മലയാളം പറയുന്നില്ല, ഹിന്ദി എന്തിനു പറഞ്ഞു എന്നുള്ളതിന് ഉത്തരം യഥാർത്ഥത്തിൽ ട്രെയിലറിൽ ആദ്യമേ മധ്യപ്രദേശ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു 2-3 മിനിറ്റിൻ്റെ ഒരു ട്രെയിലർ വെച്ച് മൊത്തം സിനിമേൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ള പ്രയാസമാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വർഷം ആ സിനിമയുടെ പേരെങ്കിലും ഒന്ന് നോക്കിയാൽ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം കിട്ടും. കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നാണ് ആ സിനിമയുടെ പേര്. അതായത് കേരള സ്റ്റോറി, കേരളത്തിനപ്പുറം സംഭവിക്കുന്ന കഥ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെയൊക്കെ നടക്കുന്നു എന്നാവാം സംവിധായകൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ ബീഫ് തീറ്റിച്ച കഥ കേരളത്തിൽ നടന്നു എന്നല്ല. മധ്യപ്രദേശിൽ നടന്ന ഒറിജിനൽ സംഭവം വെച്ച് ചിലപ്പോൾ ഇൻസ്പയർ ആയി ചെയ്ത സിനിമയാകാം ഇത്, എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറമേ നിന്ന് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ്, 100% സത്യമാണെന്നോ അവർ കഥയിൽ പറഞ്ഞതൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ് ആണെന്നോ ഞാൻ പറയുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന പല സിനിമയും പ്രൊപ്പോഗാണ്ട സിനിമയല്ലേ. പല സിനിമകളിലും കറുപ്പുടുത്ത വില്ലൻ, സവർണനായ വില്ലൻ എക്സെട്ര ഒക്കെ കാണിക്കുന്നില്ലേ. ചിലരുടെ മതം, ചിലരുടെ രാഷ്ട്രീയമൊക്കെ അവരുടെ പൈസയ്ക്ക് സിനിമ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, കാണാതിരിക്കാം. ഇറ്റ് ഈസ് യുവർ ചോയ്സ്. അപ്പോൾ ബാക്കി ഈ സിനിമയെക്കുറിച്ച് അവരുദ്ദേശിച്ച് എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് അതിനെ നമുക്ക് വിലയിരുത്താം. അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണോ അത് ഇതെന്നൊക്കെ. ഞാൻ പറയുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ എൻ എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു സിനിമ കണ്ട് നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ പിടിച്ചിരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയാണ്. നമുക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വിട്ടും. പിന്നെ അതല്ല, ഒരാൾ വെറും പ്രൊപ്പോഗാണ്ട സിനിമ മാത്രമാണ് ചെയ്തതെന്ന് നമുക്ക് സിനിമ കണ്ട ആളുകൾ നിന്ന് മനസ്സിലാവുകയാണ്. നമുക്ക് ആ പ്രൊപ്പോഗാണ്ടയോട് യോജിപ്പില്ലാത്തവരാണെങ്കിൽ നമുക്ക് കാണണ്ടെന്ന് വയ്ക്കാം. അല്ലാതെ
ഒരു സിനിമയെ ബാൻ ചെയ്യലോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അയ്യോ ആ സിനിമയെ നമ്മൾ സിനിമയെ പേടിച്ച് സിനിമ കണ്ട ആളുകളുടെ മനസ്സ് മാറുമോ എന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ തിയേറ്ററിനിപ്പോൾ കേരളത്തിൽ തന്നെ ഈ സിനിമ ബാൻ ചെയ്തു വിചാരിക്കാം, നാളെ ടെലഗ്രാമിലോ യൂട്യൂബിലോ ഈ സിനിമ കണ്ടാലും ആളുകളുടെ മനസ്സ് മാറി എന്ത് ചെയ്യും? ഒരിക്കലും ആരും കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സിനിമയല്ല പേടിക്കേണ്ടത്, നമുക്ക് താല്പര്യമില്ലേ കാണാമെന്ന് വയ്ക്കാം. അപ്പോൾ ബാക്കി ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട് നമ്മൾ വിലയിരുത്തുക. സിനിമയെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് മലയാള സിനിമാ സംവിധായകർക്ക് മാത്രം ഉള്ളതല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം ഹിന്ദി സംവിധായകർക്കും ഉണ്ട്. സിനിമയെ കാണുക, വിവാദം ഇതോടെ അവസാനിപ്പിക്കുക. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.